ഒരു 63 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം അതിൽ കൂടുതൽ മനുഷ്യന്മാർ ജീവിക്കൂല. ബാക്കിയുള്ള ജീവിതം നമ്മൾക്ക് മനുഷ്യരയിലാണ്, പിന്നെ ഖബറിലാണ്. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്, അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് ഓർമ്മയില്ലേ? എപ്പോഴും അല്ലാഹുവിന്റെ റസൂല് ദ്വാരിക്കാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ദ്വാരിക്കണം ഒന്ന് പെട്ടെന്നുള്ള മരണം, അല്ലേ? രണ്ടാമത് രോഗത്തെ കുറിച്ച് നിങ്ങൾ അതിനുള്ള 2 സംഭവം. ഇപ്പൊ എന്റെ പഞ്ചായത്തില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് ഒരു 10 ആളെങ്കിലും പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട് ഈ പഞ്ചായത്ത്. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. കഴിഞ്ഞ മാസം ഈ മജസിൽ പങ്കെടുത്ത് എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല, എന്നെ എന്നും നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്കറിയാം. യൂട്യൂബ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ എല്ലാവരും കേൾക്കുന്നത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും തൊഴിലുറപ്പിന്റെ പണിക്ക് പോയാലും കല്യാണത്തിന് പോയാലും മരിച്ച വീട്ടിൽ പോയാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും ചർച്ച നൂറെ ഹബീബ് തങ്ങളാണ്, അല്ലേ? ശരിയല്ലേ? അല്ലാഹ് വല്ലാത്ത പരീക്ഷണമാണ്. ചെറിയ പരീക്ഷണമല്ല അല്ലാഹ് തന്നത്. അല്ലാഹ് ചെറിയ പരീക്ഷണമല്ല. അറിയോ, കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന്റെ മേലത്തെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപാട് ദൂരത്ത് നിന്ന് വന്നിട്ട് ഇൽമിന്റെ സദസ്സാണ്. അല്ലാഹുവേ, ഇൽമിന്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ റൗദത്തും മിൻ ദിയാഇൽ ജന്ന, അത് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു പൂന്തോപ്പാണ്, അല്ലേ? ഇൽമിന്റെ മജ്ലിസ്. അപ്പൊ ഇത് കറക്റ്റ് കേൾക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എത്ര ആക്ഷേപങ്ങളാണ്, എത്ര പേരാണ് കല്ലനെന്ന് വിളിച്ചത്, അല്ലേ? എന്നോട് പറയാം, കല്യാണത്തിന് പോയാലും നൂറെ ഹബീബ് തങ്ങളാണ്, മരണ വീട്ടിൽ പോയാലും നൂറെ ഹബീബ് തങ്ങളാണ്. ബസ്സിൽ യാത്ര ചെയ്ത് കുടക്കാട്ടേക്ക് ടിക്കറ്റ് എടുത്താല് ബസ്സിന്റെ കണ്ടക്ടർ പറയുന്നതും ഇരുത്തിരിക്കുന്ന ആള് പറയുന്നതും അയാള് കള്ളനാണ്. സുബ്ഹാനല്ലാഹ്, യൂട്യൂബ് തുറന്നാലും എന്നറിയാത്തവർ ഏതോ നാട്ടുകാര് ആരൊക്കെയുണ്ടോ പറഞ്ഞു കൊടുത്തിട്ട് ഒരു അരമണിക്കൂറിൽ ഒരു 10 മിനിറ്റ് മേലെ കുടക്കാടിന്റെ മണ്ണില് ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് കേട്ടിട്ട് കള്ളനാണ്. ഇന്ന് മിഞ്ഞാണ് 3 ഉമ്മമാര് വന്നു, 3 ഉമ്മമാര്. എന്നിട്ട് ഉമ്മമാരോട് കുടക്കാട്ടിക്ക് ടിക്കറ്റ് എടുത്തപ്പോ പറയാറ്, ആ തങ്ങളെത്തിക്കായിരിക്കില്ല, അയാള് കള്ളനാ, പിന്നെ ഇതിനങ്ങോട്ട് പോണു. ഉമ്മമാരുള്ള ഉമ്മാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മ പറഞ്ഞ കുട്ടി കള്ളനാണെങ്കിൽ അതിൽ ചെല്ലുന്ന സലാത്തിന് എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഒന്നും കൊണ്ടില്ല. അങ്ങനെ ടിക്കറ്റ് ഇരുന്നാലും നിങ്ങളൊന്നാലോചിച്ചു കുട്ടിന്റെ അവസ്ഥ. മിനിങ്ങാതി ദിവസം 2 വെള്ളിയാഴ്ച ഞാനൊരു എത്തിയുമായി വളർന്നവരാ. ഈ 5 മക്കളുണ്ടല്ലോ, എന്റെ അനുജന്മാര് എത്തിങ്ങാനും പഠിക്കുമ്പോഴേ എല്ലാ മക്കളെ കാണാൻ ഒരു ഉമ്മമാര് വരും. എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച എന്തുണ്ടാവും, ബിസ്ക്കറ്റ് കൊടുക്കും, ഞങ്ങൾക്ക് വരാനും അല്ലേ. എന്നിട്ട് ഞാൻ കലണ്ടർ വെക്കാൻ പോകും. കലണ്ടർ വെക്കാൻ, അങ്ങനെ കലണ്ടർ വെച്ചിട്ട് കിട്ടുന്ന പൈസകളാണ് എന്റെ കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്. അന്ന് ഞാൻ ശർക്കര ഞാൻ പറഞ്ഞിട്ടില്ല, ആരുണ്ടായിട്ടില്ല. അല്ലാഹു സന്തോഷം കൊടുത്തു. എന്റെ അനിയന്മാരൊക്കെ ഒരുപാട് എല്ലാ മാസം റമദാനിന് എത്തിങ്ങാനേല് പിന്നെ കൂട്ടും. ഒരു മാസം എല്ലാവർക്കും പോകാം. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളെ കൊണ്ടുപോകാൻ ആരും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു മുട്ടായി മറ്റുള്ള അമ്മമാർ കൊടുത്തിട്ട് ഓരോ മക്കൾ കൊടുക്കുമ്പോ ഞങ്ങൾ ദാരിദ്ര്യം കൊണ്ട് ഉമ്മാനെ വേറെ കെട്ടിച്ചു, പാപ്പ മരിച്ചു, ആരും നോക്കണ്ടായിട്ടല്ല, അങ്ങനൊക്കെ കഷ്ടപ്പെട്ടു വന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടില് അങ്ങനെ ഞാനിങ്ങനെ പോവുക
ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വീട്ടിൽ വാർപ്പിട്ട വീട്ടിൽ മക്കൾ കളിക്കുന്നുണ്ട്. കുറെ കുട്ടികൾ നല്ല മിഠായിന്നുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചു കുറച്ചുള്ള കുട്ടികൾ നിലത്തിട്ടുണ്ടെങ്കിൽ അത് പൊരുക്കി തിന്നാൽ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു വളർന്നതാണ്. ഇത്തരം അനുജന്മാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തങ്ങളും ഇഷ്ടവത്തങ്ങളും സായുധങ്ങളും ആരും ഞങ്ങൾ ആരുണ്ട് ഞങ്ങൾ സന്തോഷത്തില്ല. ഇപ്പൊ ഞങ്ങൾ വലിയ സന്തോഷത്തില്ല. ആരും നോക്കണ്ടേ. റമദാൻ മാസമൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ട് ആരും കൊണ്ടുപോയല്ലോ. അങ്ങനെ ഞാൻ യത്തീംഖാനയിൽ നിന്ന് കലണ്ടർ വിൽക്കാൻ പോകാം. ആ കലണ്ടർ വിറ്റ് കിട്ടുന്ന പൈസ ഞാൻ എന്റെ മക്കൾക്ക് മുൻപ് എന്ത് ചെയ്യും? ശർക്കര പേര് അങ്ങനെയൊക്കെ. അതുകൊണ്ട് എനിക്ക് യത്തീമിന്റെ വില അറിയാം. യത്തീമിന്റെ വില എനിക്കറിയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇതിന്റെ മേലത്തെ വെള്ളിയാഴ്ച ഒരാളിന്റെ അടുത്ത് കൊടുന്ന് വന്നിട്ട് എന്റെ വലിയൊരു സംഖ്യ ഏൽപ്പിച്ചു. ഒരു സംഖ്യ ഏൽപ്പിച്ചു എന്റെ കയ്യിൽ ഒരാള്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പൈസ നിങ്ങളിപ്പോ യത്തീം മക്കൾക്ക് കൊടുക്കണം. ഈ പണം നിങ്ങൾ യത്തീം മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ തരില്ല. ഞാൻ ഒരുപാട് ബാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. ഈ മക്കളും അത് ഒരുപാട് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് വേറെ ആളുകൾ അല്ല തങ്ങളുടെ ഇത് വിൽക്കാത്തൊരു സ്ഥലം വിറ്റത് കിട്ടിയതാണ്. നല്ലൊരു സംഖ്യയാണ്, ഏകദേശം നല്ലൊരു സംഖ്യ. അങ്ങനെ ഞാനെന്താ, നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ഇന്റർവ്യൂ തന്നോളി. അങ്ങനെ തന്നു. ഞാനതൊരു ജ്വല്ലറി കൊണ്ടുപോയിട്ട് ചോദിച്ചു, എത്ര ഉറുപ്പ്യ കിട്ടും ഒരു മാസം? അപ്പൊ എത്ര ഉറുപ്പ്യ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനെ, ഈ കിട്ടുന്ന പൈസയില് ഒരു ലാഭം കിട്ടിയാൽ അത് യത്തീം മക്കൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് തെറി പറയുമ്പോഴും ഞങ്ങളെ കള്ളനെന്ന് പറയും. അല്ല, ഞങ്ങളെ കള്ളനല്ല എന്ന് ഒരുപാട് അടിമമാര്, നല്ലവരായ അടിമമാരുണ്ട്. ഞാനൊരു മീറ്റിംഗ് വിളിച്ചു. കഴിഞ്ഞല്ലേ ഞാൻ മീറ്റിംഗ് വിളിച്ചു. ഞാൻ ലൈവിൽ പറഞ്ഞു, ഞാനൊരു 10 യത്തീം കുടുംബത്തെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. 10 യത്തീം മക്കൾക്കുള്ള ഒരു വരുമാനം ഈ ജ്വല്ലറി പൈസ ഏറ്റെടുക്കേണ്ട. അങ്ങനെ ഞാൻ കമ്മിറ്റി വിളിച്ചു. എന്റെ വീടിന്റെ ഉമ്മറം നിറഞ്ഞു കവിഞ്ഞു. എന്റെ വീടിന്റെ ഉമ്മറം ഒരാളൊരു കമ്മിറ്റി വിളിച്ചാൽ ഏകദേശം ഒരു 10-50 ആളെ പങ്കെടുക്കുള്ളൂ. നൂറെ ഹബീബ് തങ്ങളെ കമ്മിറ്റി വിളിച്ചാൽ 500-ൽ കൂടുതൽ ആളുകൾ കമ്മിറ്റി വിളിച്ചു. അങ്ങനെ ഞാൻ ഒരുപാട് യത്തീം കുടുംബങ്ങളും സുബ്ഹാനല്ലാഹ് 10-ൽ കൂടുതൽ യത്തീം മക്കൾ ഉണ്ടെങ്കിൽ നറുക്കെടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു 10 കുട്ടികളെ നമുക്കതിന് ഏറ്റെടുക്കാന്ന് വിചാരിച്ചു. അതിന്റെ മുന്നിൽ ഒരു കാര്യം പറയാനുള്ള എന്താ പറയുക, സ്വലാത്തുൽ ഫാത്തിഹ അനുഗ്രഹട്ടോ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവർ അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കി തരും. എല്ലാവരും ഒരു കുപ്പി തേന് വാങ്ങണം. 22 കൊല്ലം പാണ്ടിക്കാടാണ് സംഭവം. സംസാരം നഷ്ടപ്പെട്ടിരുന്നു. ഉമ്മ മദ്രസയിലുണ്ടോ? 22 കൊല്ലം സംസാര ശിശു നഷ്ടപ്പെട്ടിരുന്നു. തിരിച്ചു കിട്ടി. വൈക്കത്തുന്നൊരു സഹോദരൻ വന്നു. ഒരുപാട് വൈക്കത്തുന്നൊരു സഹോദരൻ 11 കൊല്ലം പ്രായം കുറച്ച് അയക്കണം. മക്കളുണ്ടായതില്ല. 11 കൊല്ലം 11 മദ്രസ നിയത്ത് വെച്ചു. അല്ലാഹു കൊടക്കാട് വന്നിരുന്നു. മക്കളുണ്ടാവുന്ന പറഞ്ഞു. 11 കൊല്ലത്തിന് ശേഷം ഭാര്യ ഗർഭിണിയാണ്. ഇവിടുത്തെ തേനാണ്. ഞാനിങ്ങനെ കയ്യിൽ 3 കുട്ടികളുണ്ടായിരുന്നു അറിയില്ലേ. 11 വർഷത്തിന് ശേഷം ഗർഭിണിയാണ്. അപ്പൊ തേന് നിങ്ങളെ കയ്യിൽ കിട്ടും. അപ്പൊ 2 ബോട്ടിലും തുറക്കുക. ഇവിടുന്ന് 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോ അതിൽ ഓതി ഊതുക. അത് മാത്രമല്ല, എന്ന് മഹാനായ കാട്ടിച്ചിറ ഉപ്പാപ്പാന്റെ ആണ്ടിന്റെ ദിവസമാണ് 11 ഫാത്തിഹ നമ്മൾ ഓതും. ഒരുപാട് രോഗത്തിന് ശമനമാണ്. എത്ര ആളുകളാണ് എന്റെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് രോഗം മാറിയത് പറഞ്ഞത്. അതുകൊണ്ട് ആ 2 കുപ്പിത്തേനിങ്ങനെ തുറന്ന് പിടിക്കണേ.
എന്നിട്ട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ഊതണം. അത് വേഗം വായിക്കോ. എന്ത് രോഗമുണ്ടെങ്കിലും അത് ഹൈറാണ് കേട്ടോ. ഒന്നത്. രണ്ടാമത്, ഈ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങുകയാണ്. ഈ സ്ഥലം 2 ഏക്കർ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങുകയാണ്. 4 കോടി രൂപയാണ് ഇതിന്റെ വില. ഫോണ് കളഞ്ഞിട്ടിരിക്കണം. നല്ല ചൊറുക്കുള്ള ഫോട്ടോ ഉണ്ട്. ഇത് ആദ്യത്തെ സബിത മമ്പാറ ചലഞ്ഞ പോലെ പറയും അറിയോ? അപ്പോ കേട്ടോളെ, ഈ സ്ഥലത്തിന് 4 കോടി രൂപ വേണം. അൽഹംദുലില്ലാ എല്ലാരും സഹായിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉഹുദ് മല നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ ഉണ്ടാകുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. ഉഹുദ് പർവ്വതം നാളെ സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ ഉണ്ടാകും. ഉഹുദ് മല കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വബിഹംസത്തിൽ കറാർ ഹമ്മി മുസ്തഫ അസദീലായിവ സയ്യിദ് ശുഹദായി. നാളെ ശുഹദാക്കളുടെ നേതാവ് ഹദ്ദത്തുൽ ഖറാർ തങ്ങളായിരിക്കുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. അവിടെ അംദദ് തങ്ങളെ അംദദ് റളിയല്ലാഹു തആല അൻഹു ചാരത്താണ് ഉഹുദ് മല ഉള്ളത്. ആ ഉഹുദ് മല നാളെ സ്വർഗ്ഗത്തിലുണ്ടാവും. പടച്ചോനെ, ഈ സ്ഥലത്തിന് ആരൊക്കെ സഹായിക്കുന്നുണ്ടോ നാളെ പരലോകത്ത് ഈ സ്ഥലം അവർക്ക് അനുകൂലമായി സാക്ഷി പറയട്ടെ. അതുകൊണ്ട് ഒരു കസാലക്കുള്ള സ്ഥലം ഒരു 6666 രൂപ, അതിലൊരു 3333 രൂപ, അതിലൊരു 1000 രൂപ. എല്ലാരും അതിനെവിടെ പോയതാ പോണേ. ഇനി എഴുതുമെന്നും എഴുതിച്ചോളി. അള്ളാഹു ഭയക്കില്ലട്ടോ. ഞാനൊരു സംഭവം ഞാൻ പറയാണ്. അതുപോലെ തന്നെ